ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. സംസ്ഥാനത്ത് ഇന്ന് 5440 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6853 പേർ രോഗമുക്തി നേടി. 24 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48798 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ 600-ന് മുകളിലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 500-ന് മുകളിലും കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ 400-ന് മുകളിലും രോഗബാധിതരുണ്ട്. 81,823 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 4 ലക്ഷത്തിലേറെ പേർ ഇതിനകം രോഗമുക്തി നേടി. 1692 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണെങ്കിലും രോഗബാധിതരുടെ എണ്ണം 644 ആണെന്നത് ആശ്വാസത്തിന് വക നൽകുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി 1000-ൽ അധികമായിരുന്നു രോഗസംഖ്യ. ഒരു മരണവും ഇന്ന് ജില്ലയിൽ സ്ഥിരീകരിച്ചു. 471 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇപ്പോൾ 10,558 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ജില്ലയിൽ ചികിത്സയിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 575 പേരിൽ 557 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 8918 ആയി. കൊല്ലം ജില്ലയിൽ ഇന്ന് 488 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 482 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ. കൊറ്റങ്കര, കരുനാഗപ്പള്ളി, കുലശേഖരപുരം എന്നിവിടങ്ങളിലാണ് സമ്പർക്ക രോഗബാധിതരെ ഇന്ന് കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്. സമ്പർക്ക രോഗവ്യാപനം ദീർഘനാൾ തുടർച്ചയായി കൂടുതലായിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ നിലവിൽ സ്ഥിതി അല്പം മെച്ചപ്പെട്ടെന്ന് പറയാം. അതേസമയം ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6000-ൽ താഴുന്നില്ല. ഒക്ടോബർ 19 മുതൽ ഓരോ ദിവസവും ശരാശരി 6400 പേരെങ്കിലും കോവിഡ് ബാധിതരായി ജില്ലയിൽ ചികിത്സയിലുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസം 8-ാം തീയതിയായിരുന്നു ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏറ്റവും അധികം കൂടിയത്. 8832 പേരാണ് ഒക്ടോബർ 8-ന് ജില്ലയിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ഒരു മാസം പിന്നിടുമ്പോൾ ഇന്ന് 6294 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഒരു കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ കോവിഡ് മരണസംഖ്യ 130 ആയി. നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 6 പേർ അറസ്റ്റിലായി. മാസ്ക് ധരിക്കാത്ത 8395 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസുകളും രജിസ്റ്റർ ചെയ്തു. വയനാട് ജില്ലയിലെ ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചുള്ള കോവിഡ് ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡിന്റെ തുടക്കം മുതൽ തന്നെ ആദിവാസി കോളനികളിൽ കോവിഡ് പടർന്നു പിടിക്കാതിരിക്കാനുള്ള ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് ജില്ലാ ഭരണകൂടവും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും കാഴ്ചവെച്ചത്. കോവിഡിന്റെ തുടക്കത്തിൽ മാസ്ക് ധരിക്കേണ്ടതിന്റെയും സാമൂഹ്യ അകലം പാലിക്കേണ്ടതിന്റെയും കൈകൾ കഴുകേണ്ടതിന്റെയും സാനിറ്റൈസർ ഉപയോഗിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് അവരുടെ തന്നെ ഗോത്രഭാഷയിൽ വീഡിയോയും ഓഡിയോയും തയ്യാറാക്കി ഇവരുടെ ഇടയിൽ എത്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ജില്ലയിൽ 153 ആദിവാസികൾക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെ ജില്ലാ ഭരണകൂടം കോളനികളിൽ കൂടുതൽ ജാഗ്രതയും ഒരുക്കിയിരുന്നു. എന്നാൽ ഇന്ന് ജില്ലയിലെ മിക്ക ആദിവാസി കോളനികളും കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പുറത്തുപോയി വന്നാൽ ഇവർ കുളിച്ച് വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമേ കോളനികളിൽ പ്രവേശിക്കാറുള്ളൂ. ജില്ലാ ഭരണകൂടത്തിന്റെയും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെയും കനത്ത ജാഗ്രതയുടെ ഭാഗമായാണ് ഇവരുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ജില്ലയിലെ ഈ ഗോത്രവിഭാഗം വലിയ തോതിൽ കരുതൽ കൂടി ഏറ്റെടുത്തതോടെ കോവിഡിനെ ഒരു പരിധിവരെ ചെറുത്തുതോൽപ്പിക്കുവാനും നമ്മുടെ ഈ ആദിവാസി സമൂഹത്തിന് കഴിഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കി. 65 വയസ്സിന് മുകളിലുള്ളവർക്കും 10 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കുമാണ് ദർശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഒരേ സമയം 20 പേരിൽ കൂടുതൽ പേർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് 5,12,000-ഓളം രോഗികൾ മാത്രം. 92.49% രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക്. കഴിഞ്ഞ ദിവസം 45,674 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 85 ലക്ഷം പിന്നിട്ടു. 1,26,000-ലേറെ പേർ ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ലോകത്ത് ഇതിനകം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,03,00,000 ലക്ഷം പിന്നിട്ടു. 1,35 ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 12.5 ലക്ഷത്തിന് മുകളിലാണ് മരണസംഖ്യ. അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വീണ്ടും ഉയരുകയാണ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുന്നണികൾ സജീവമായി. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണ്ണയം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 12-നാണ് പുറപ്പെടുവിക്കുക. സ്ഥാനാർത്ഥികൾക്ക് ഈ മാസം 19 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം.
കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും ഇക്കുറി പരസ്യ പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുക മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയിലേറെയാണ്. ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നവർക്ക് 10,000 രൂപയുടെ സ്ഥാനത്ത് ഇത്തവണ 25,000 ചെലവിടാം. ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും 30,000-ൽ നിന്ന് 75,000-ആയി കൂട്ടി. 1.5 ലക്ഷം രൂപ വരെ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ചെലവാക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പരസ്യം സ്ഥാപിക്കുന്നതിനായി പ്ലാസ്റ്റിക് പേപ്പറുകൾ, നൂലുകൾ, പ്ലാസ്റ്റിക് റിബണുകൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ജ്വല്ലറി ഉടമ പൂക്കോയ തങ്ങൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. കേസിൽ അറസ്റ്റിലായ MC കമറുദ്ദീൻ MLAയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ സമർപ്പിക്കും. കേസിൽ രണ്ടാം പ്രതിയായ MLAയെ കോടതി ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് MLA സമർപ്പിച്ച ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയും നാളെ കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. MC കമറുദ്ദീൻ MLAയുടെ രാജി സംബന്ധിച്ച തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP. MLA അറസ്റ്റിലായ സാഹചര്യത്തിൽ കോഴിക്കോട്ട് നടന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള വിവാദങ്ങളെ പ്രതിരോധിക്കാനുള്ള സർക്കാർ നടപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പ്രവർത്തനവും രാഷ്ട്രീയവും ചർച്ചയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കുമായിരിക്കും അവസരമെന്നും പ്രതിപക്ഷ നേതാവ് കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ വികസനമെന്നാൽ അഴിമതിയും കമ്മീഷനുമായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. MC കമറുദ്ദീൻ MLAക്കെതിരായ കേസിൽ ലീഗ് തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തുന്ന നിയമസഭയുടെ നടപടി അമിത അധികാര പ്രയോഗമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ED അന്വേഷണം തടയാൻ നിയമസഭയ്ക്ക് അധികാരമില്ലെന്നും അദ്ദേഹം ആറന്മുളയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. +1 പ്രവേശനത്തിനുള്ള രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. രാവിലെ 10 മുതൽ പ്രവേശനം നേടാം. അലോട്ട്മെന്റ് ലഭിച്ചവർ നിർദ്ദിഷ്ട തീയതിയിലും സമയത്തും പ്രവേശനത്തിനായി അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ രക്ഷകർത്താവിനോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഹാജരാകണം. കള്ളപ്പണ ഇടപാടുകൾ കുറയ്ക്കുന്നതിനും നികുതി സംവിധാനത്തെ ക്രമവൽക്കരിക്കുന്നതിനും നോട്ട് നിരോധനത്തിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ പുരോഗതിക്ക് ഇത് വളരെയധികം പ്രയോജനകരമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. 4 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി നോട്ട് നിരോധനം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പേര് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം എന്നാക്കി മാറ്റുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഹസിറയിലെ റോപാക്സ് ടെർമിനലും ഹസിറയ്ക്കും ഘോഗയ്ക്കും ഇടയിൽ റോപാക്സ് സംവിധാനവും ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കുന്നതിനും ബഹുമുഖ യാത്രാ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും സഹായകരമായ തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം അതീവ മോശമായ നിലയിൽ. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് പുകമഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന സംഭവങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചതാണ് ഡൽഹിയിലെ വായു മലിനീകരണം ഉയരാനുള്ള കാരണം. വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലയിലെ മച്ചിൽ മേഖലയിൽ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു. ആർമി ക്യാപ്റ്റനും 2 സൈനിക ഓഫീസർമാരും ഒരു BSF ജവാനും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരുമായാണ് ഏറ്റുമുട്ടലുണ്ടായത്. 3 ഭീകരരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. രാജ്യത്തെ ഐക്യത്തിലേക്ക് നയിക്കുന്ന പ്രസിഡന്റായിരിക്കും താനെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഭിന്നിപ്പിക്കുന്നതല്ല ഒന്നിപ്പിക്കുന്ന നേതൃത്വമായിരിക്കും ഇനി അമേരിക്കയ്ക്കെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോവിഡ്, സമ്പദ്വ്യവസ്ഥ, വംശീയത, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് നിയുക്ത വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് പറഞ്ഞു. IPLൽ ഇന്ന് നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡൽഹി 18 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുന്ന ടീം ചൊവ്വാഴ്ച മുംബൈ ഇന്ത്യൻസുമായി ഫൈനലിൽ ഏറ്റുമുട്ടും. നാട്ടിലേക്ക് തിരികെയെത്തുന്ന പ്രവാസികൾക്ക് സാങ്കേതിക മേഖലയിൽ സംരംഭകത്വ അവസരം തുറന്ന് നോർക്ക പ്രവാസി സ്റ്റാർട്ടപ്പ് പദ്ധതി. നോർക്ക റൂട്ട്സും കേരള സ്റ്റാർട്ടപ്പ് മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. നവീനമായ ആശയങ്ങളുമായി എത്തുന്നവർക്ക് വിവിധ സ്റ്റാർട്ടപ്പ് സ്കീമുകളിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക സഹായം ലഭ്യമാക്കും. കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് സ്ഥിരമായി നാട്ടിലേക്ക് മടങ്ങിയവർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക.
പാലക്കാട് ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ കോട്ടക്കലിൽ കോവിഡ് പ്രതിരോധ വെബിനാർ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസും സംയോജിത ശിശു വികസന പദ്ധതി ജില്ലാ ഓഫീസും സഹകരിച്ചു നടത്തിയ പരിപാടിയിൽ കോവിഡ് പ്രതിരോധ രംഗത്ത് വനിതകൾക്ക് വഹിക്കാനുള്ള പങ്കിനെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.